Hi friends, Assalamu alaikum. Welcome back to JaPpUuSs WORLD. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്നോ പുഡിംഗ് ആണ്. ഈ പുഡിംഗ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരു ജെലാറ്റിനോ ചൈന ഗ്രാസോ അഗറോ ഒന്നുമില്ലാതെ നല്ല നാച്ചുറൽ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ്. വെറും കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്നോ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ നമ്മുടെ JaPpUuSs WORLD എന്ന ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇനിയും ഇതുപോലെയുള്ള കിടിലൻ റെസിപ്പീസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. പാല് 1/2 ലിറ്ററാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ കോൺഫ്ലോർ ആണ് വേണ്ടത്. കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ മതി. പിന്നെ വാനില എസൻസ്, അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കാഷ്യൂസ് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു നല്ല ക്രഞ്ചി ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം പാലൊഴിച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ഫ്ലെയിമിൽ വെക്കുന്നതിന് മുമ്പേ തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് ഈ പാലും കോൺഫ്ലോറും കൂടെ കട്ട കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കാരണം മധുരം കൂടുതൽ ആവശ്യമുള്ളവരും കാണും. അപ്പം നമ്മുടെ ഇതിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് തന്നെ വേണമെന്നില്ല, ഇത് ഓപ്ഷനിലാണ്. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ഏലക്ക ആയാലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കോൺഫ്ലോറും പഞ്ചസാരയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിക്കായി വരുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് കറക്റ്റ് ഒരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സെർവിങ് പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി 3 സ്റ്റീൽ ബൗളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ സ്റ്റീൽ ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഓയിലായാലും മതി. പിന്നെ ഈ പുഡിങ് സ്റ്റീൽ ബൗളിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റീൽ ബൗളിലാവുമ്പോൾ പെട്ടെന്ന് ഇളകി വരും. ഗ്ലാസ് ബൗളിലാവുമ്പോൾ കുറച്ച് ഒരു ടഫ് കാണും. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസ് ഈ ബൗളിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. നമ്മൾ കാഷ്യൂസ് എല്ലാം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി 1 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ പുഡിങ് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം. നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാഷ്യൂസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയും വെച്ച് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുഡിങ് കാണുന്ന പോലെ നല്ല ടേസ്റ്റിയുമാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ജെല്ല് പോലൊരു രീതിയിലാണ് നമ്മൾ ഈ പുഡിങ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. എല്ലാവരും ഹാപ്പിയും സേഫും ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത ഒരു കിടിലൻ റെസിപ്പിയുടെ വീഡിയോ ആയി കാണും വരെ ബൈ.